സത്യമാണ് എന്ന് പറഞ്ഞാൽ വളരെ സത്യം. കാരണം അത് വെച്ചാൽ അത് ശോഭനയെ പോലുള്ള നടിയിൽ ഇന്ത്യയിലെ ദ ബെസ്റ്റ് ആക്ട്രസ് എന്ന് നാഷണൽ അവാർഡ് ശങ്കർദയാൽ ശർമ്മയുടെ കയ്യിൽ നിന്ന് വിജ്ഞാൻ പോലെ അനൗൺസ് ചെയ്ത് വാങ്ങിച്ചതിൻ്റെ കാര്യം അത് തന്നെയാണ്. ശോഭന ബെസ്റ്റ് ആക്ട്രസ് അല്ലേ നമ്മുടെ മലയാളത്തിൽ. അവരൊക്കെ ശോഭനയുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുക അഭിനയത്തിന് വേണ്ടിയിട്ട്, ഡാൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഡാൻസ് ക്ലൈമാക്സ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പം അത് വേറെ ആര് ചെയ്താലും, വേറെ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും അത്ര വരില്ല ഒന്നത്. പിന്നെ ഈ കഥയുടെ മർമ്മം, ഒരു കഥയ്ക്ക് ഒരു മർമ്മമാണ്. ഈ മർമ്മം ഇപ്പോൾ തമിഴിൽ പി വാസു രജനീകാന്ത് ചെയ്ത സിനിമ ഭയങ്കര ഹിറ്റാണ്. ചന്ദ്രമുഖി ഭയങ്കര ഹിറ്റാണ്. തെലുങ്കിലും ഭയങ്കര ഹിറ്റാണ്. ആത്മമിത്ര ഭയങ്കര ഹിറ്റാണ്. ഫുൾ ഹുരേഖ പ്രിയദർശൻ ചെയ്തതെന്ന് ശരി അത്രമാനം പോയിട്ടില്ല. 3 ലാംഗ്വേജിൽ നല്ല ഹിറ്റാണ്. ഈ കഥയ്ക്ക് ഒരു മർമ്മം കിടക്കുന്നു. അത് മർമ്മം ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കാൻ ഈ ഡയറക്ടർമാർക്ക് അവരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. അവർ സിനിമ കണ്ടു, ആ സിനിമ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മർമ്മം, അതാ ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കിയ ഒരു ഡയറക്ടർ ഇല്ല. അതായത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മോഹൻലാൽ ഒരു 10 മിനിറ്റോളം നേരം പറയുന്ന ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത്. ഗംഗ എന്ന മാനസിക രോഗി എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നുണ്ടല്ലോ. അത് തിയേറ്ററിൽ ഫാസിൽ സാർ എന്ന് പറയുന്ന ഡയറക്ടർ, മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ. ഇപ്പോൾ മോഹൻലാൽ നമുക്കൊക്കെ പറഞ്ഞാൽ നിൽക്കുക, അല്ലാതെ സുരേഷൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുക. അല്ലാണ്ട് ചെറിയൊരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല. അതിന് കാസ്റ്റിംഗ് കൂടെ പറയണം. അത് ജനങ്ങൾ കൺവിൻസ് ആകണ്ടേ. അതല്ലേ സിനിമ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കസേരയിൽ ഇരിക്കുകയല്ല. ഇത് മോഹൻലാൽ പറയുന്നത് നമ്മളിങ്ങനെ കണ്ണ് വെക്കാതെ നോക്കി നമ്മുടെ മനസ്സിൽ കയറി തലച്ചോറിൽ പോയി വർക്കൗട്ടായിട്ട് ഇരുന്നാലേ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫാസിൽ സാറിനറിയാം എങ്ങനെ ചെയ്യണം. അദ്ദേഹം എഴുതി വെച്ച ഡയലോഗുകളല്ലേ അത്. അദ്ദേഹം എഴുതി വെച്ച് ഇങ്ങനെ പറയില്ല. അത് വായിച്ചു നോക്കിയിട്ട് ഒരു എത്ര വലിയ ഷോട്ടാണ് ആ ഷോട്ടിൽ ഒക്കെ മോഹൻലാൽ അതേപോലെ പഠിച്ചു ഉൾക്കൊണ്ട് അദ്ദേഹം കൊണ്ട് പറയില്ലേ. ഡോക്ടർ സണ്ണിയായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞില്ലേ. അതൊക്കെ അത്രയും മാറാൻ അന്യഭാഷയിലുള്ള ആൾക്ക് ഉൾക്കൊള്ളാൻ അവരുടെ ആർട്ടിസ്റ്റുകൾ മോശം നല്ല പറയുക ആയിരിക്കാം. അതാണ് അതുപോലെ നമുക്ക് തമിഴിലെ നാഗവല്ലിയിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സങ്കടമോ അല്ലെങ്കിൽ ചിരിയൊക്കെ വരും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് മലയാളികളുടെ മഹിമ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് എവിടെ പോയി നിൽക്കുന്ന ആർട്ടിസ്റ്റ്. നമ്മൾ നെടുമുടി വേണുവിനെ പോലത്തെ ആർട്ടിസ്റ്റ്. എന്താണ് ആർട്ടിസ്റ്റ്? മരിച്ചുപോയി. തിരഞ്ചേട്ടൻ അവർക്ക് നമുക്ക് വേദന തോന്നും നിങ്ങളുടെ ഫിലിമെന്ന് ചോദിച്ചാൽ. അതുപോലത്തെ ആർട്ടിസ്റ്റ് നമുക്കൊക്കെ അവർ തോന്നും. ശങ്കരാടിച്ചേട്ടൻ, ഉണ്ണികൃഷ്ണൻ, എന്താണ് ഇവരൊക്കെ എന്നറിയാവുന്ന എത്ര നൈസർഗികമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. നമ്മളെല്ലാവരും അന്യഭാഷ സിനിമ കാണുന്നിടത്ത് തമിഴ് കൊണ്ടുപോകും. മലയാളികൾ ആ കാര്യത്തിൽ നമുക്ക് മലയാള ഭാഷയ്ക്ക് മലയാളത്തിന് കിട്ടിയ ഭാഗ്യമാണത്, നിധിയാണത്. അതാണ് നമ്മുടെ സിനിമ. ഏത് സിനിമ റീമേക്ക് ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ അവിടെ ഉള്ളവർക്ക് ഇത് കാണാത്തത് കാരണമോ ഇത് ആസ്വദിക്കാത്തത് കാരണം അവർക്കത് ഓക്കെ ആയിരിക്കും. കാരണം ഇതിൻ്റെ ഒരു 30% ഉണ്ടാവുള്ളൂ. പക്ഷെ അവർക്കത് ഓക്കെ ആയിരിക്കും. നമുക്കത് അത്രയും ആസ്വദിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ